ശബരിമലയിൽ തിരക്കിന് ഇപ്പോൾ അല്പം കുറവുണ്ട്. 11 മണിയോടെ ദർശനം നടത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണം 20,000 പിന്നിട്ടു. പമ്പയിൽ നിന്നും ബസ് ബുക്ക് ചെയ്തെത്തുന്ന ഭക്തർ ദർശനത്തിനെത്താൻ വൈകുമെന്ന ആശങ്ക വേണ്ടെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അമൃതയുടെ ബുക്ക് സ്റ്റോൾ ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. വിശിഷ്ട സന്യാസി ശ്രേഷ്ഠന്മാർ അടക്കം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുജിത്ത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സന്നിധാനത്ത് അമൃതയുടെ ബുക്ക് സ്റ്റോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്? ശ്രീകാർത്തിക, തീർച്ചയായും ഇപ്പോൾ സന്നിധാനത്ത് വലിയൊരു തിരക്ക്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 30,000-ൽ മേൽ ഭക്തരാണ് ഇപ്പോൾ സന്നിധാനത്ത് ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടടുക്കുമ്പോൾ ഇത്രയേറെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തിരക്ക് ഒരൽപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്തുള്ള അമൃതയുടെ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള അമൃത സ്റ്റോളിലാണ്. അപ്പോൾ അമൃത സ്റ്റോളിൽ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്റ്റോളിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണിപ്പോൾ. സ്വാമി വിവിക്താമൃത ചൈതന്യയാണ്, ബ്രഹ്മചാരി വിവിക്താമൃത ചൈതന്യയാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് സ്വാമി ശ്രീധരാമൃത ബ്രഹ്മചാരി ശ്രീധരാമൃത ചൈതന്യ, ബ്രഹ്മചാരി കേവലാമൃത ചൈതന്യ, ബ്രഹ്മചാരി ശ്രീധാമൃത ചൈതന്യ എന്നിവർ ചേർന്നാണ് ദീപം കൊളുത്തുന്നത്. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം പ്രജ്ഞോഷികമൂല്യോ അദ്വൈഷി സനാതനോ രാമേ സരസ്വതി സാഞ്ജാത്മേ തന്മേ മുക്തേ സ്വാതമഭ്യസ്ത സൗമഗമാനുജസ്യ